Hi friends, welcome back to our channel. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ആൻ്റെ ഈ മണി പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റിനെ നമുക്കൊരു സ്റ്റാൻഡിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല അടിപൊളി സ്റ്റാൻഡാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നന്നാവുമല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് തോന്നണത് ഒരു അലുമിനിയം കമ്പിയാണ്. അലുമിനിയം കമ്പി ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ബെൻഡൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ 2 പീസ് എടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, 2 പീസ് എടുത്തിട്ട് പിന്നെ അത് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടൈറ്റാക്കി തന്നെ വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് അതുമ്പോൾ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടിക്കയറാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട രീതിയിൽ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ രണ്ടും ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റാക്കിയിട്ട് തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിങ്ങനെ വളച്ച് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അത് രണ്ടും പാടെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ചുറ്റിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഷേപ്പ് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഷേപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ലവിൻ്റെ ഷേപ്പിലാക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലവ് ഷേപ്പിലാക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് സംഭവം ലവ് ഷേപ്പിലായിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ലവ് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. അത് അധികം റിസ്ക് ഒന്നുമില്ല. അത് കൈ കൊണ്ട് തന്നെ ബെൻഡ് ചെയ്താൽ അതുകൊണ്ട് മടങ്ങി വരും. ഈ കമ്പി അതുപോലത്തെ കമ്പി ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതാ അങ്ങനെ ഒരു ലവ് ഷേപ്പാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചൂടിക്കയർ ചുറ്റി കൊടുക്കണം. അപ്പോൾ നല്ല അടുപ്പിച്ചൊന്നല്ല കേട്ടോ ഞാൻ ചുറ്റണത്. ജസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ചുറ്റി കൊടുക്കണത്. കാരണം മണി പ്ലാന്റിൻ്റെ ആ ഒരു വേരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചുറ്റി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ കമ്പിയല്ലേ, അപ്പോൾ അതുമ്മേ ആ ഒരു ചെടിക്ക് നിൽക്കാനൊരു ഇൻകൺവീനിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തിക്കായിട്ടൊന്നല്ല ചുറ്റുന്നത്, അങ്ങനെ വിട്ട് തന്നെയാണ് ചുറ്റുന്നത്. അത് മതി. അപ്പോൾ അത് ആ ഒരു വേര് പിടിക്കാൻ മാത്രമുള്ള ഉദ്ദേശത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കിത് ഫുള്ളും ചുറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ അങ്ങനത്തെ 2 എടുത്തിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഭാഗത്തിന് ഒരു ചെടിയും കൂടിയും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഓർണമെൻ്റൽ സീറ്റ് പൊട്ടറ്റോ പറഞ്ഞ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിൽ കയറ്റി വിടാം. അപ്പോൾ അതാ അങ്ങനെ 2 സ്റ്റാൻഡുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷേപ്പ്. അപ്പോൾ നമ്മളിനി ഇത് ഇങ്ങനെ ഈ ചട്ടിയിലൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹൈറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ കുത്തിയപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ആ താഴത്തെ കമ്പി നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ ഓരോ വള്ളികളും എടുത്താണ് ഇതുമ്പോൾ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഇത്രയൊന്നും മണി പ്ലാന്റ് വേണ്ട. ഞാനിത് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരു 5 പീസറ്റ് ആക്കിയാണ് കുത്തി കൊടുത്തായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും വളരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, ചെറിയ ചട്ടിയല്ലേ. പക്ഷെ നല്ലപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല, ഒക്കെ അതിലൊന്ന് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാണ്, ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാണ്. ആ നെറ്റിൽ മണ്ണൊക്കെ നിറച്ചുകൊണ്ട് ഒരു സ്റ്റാർ ഗ്രാസ് കുത്തി കൊടുത്തതാണ്. അപ്പോൾ ഇത് 4 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുത്തി കൊടുത്തിട്ട്. അപ്പോൾ ഇതിന് ഉദ്ദേശിച്ചാണ് കുത്തി കൊടുത്തതൊന്നല്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ലവിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതിലതിങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ 2 ചെടി അതുപോലെ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടിയാകുമ്പോൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ ഒരു വശത്ത് നിന്ന് മാത്രമേ ചുറ്റി കൊടുത്തിട്ടുള്ളൂ. 2 വശത്തായിട്ട് ചുറ്റിയിട്ടില്ല. 2 വള്ളിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് ചുറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മണി പ്ലാന്റൊക്കെ ഇനി അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് എണീറ്റ് നേരെ ആ വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഉയർന്ന് നിൽക്കണം, എന്നാലും ഒന്നും കൂടിയും ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഇത് കണ്ടോ, അത് അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണിത്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് സ്റ്റാൻഡ് സെറ്റ് ചെയ്യണതാണ്. പിന്നെ നമ്മളിത് ആ ഉള്ളിൽ വെച്ചിരിക്കുന്ന ബോളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്, ഒരു ഉരുണ്ട ഷേപ്പിലാവണ്ടേ. ഇതിപ്പോൾ വെറുതെ ഞാൻ ആ കുത്തി വെച്ച് അതേ പാടിലാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കണ്ടില്ലോ ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിക്കണില്ല, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ അത് അതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മണി പ്ലാന്റ് ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്.